അഹമ്മദാബാദിൽ വിമാനാപകടമുണ്ടായ സ്ഥലത്താണ് റിപ്പോർട്ടർ ടിവി സംഘം ഉള്ളത്. വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാവരും ആ സംഭവ സമയത്ത് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി ആളുകൾ, ആ കഥകൾ ഓരോന്ന് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്ന സാഹചര്യമാണുള്ളത്. പലരും അവരുടെ ബന്ധുക്കളെ അന്വേഷിച്ച് ഈ അഹമ്മദാബാദിലേക്ക് എത്തുന്ന കാഴ്ച കൂടി വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. ജാവേദ് അലി എന്നു പേരുള്ള ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ആൾ, അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമൊത്ത് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നതാണ്. അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെ സങ്കടം നൽകുന്ന ഒരു കാഴ്ചയാണ്. मेरी बहन, उसका बेटा, उसकी बहू और 2 बच्चे, वो चारों उस फ्लैट में थे। वो क्रैश में उनकी डेथ हो गई। कल दोपहर में खबर आया हम लोगों को कि ऐसा फ्लैट क्रैश हुआ। क्रैश होने शायद वही फ्लैट में आपके भांजे वगैरह है। उसके बाद हम लोग ने लिस्ट चेक किया तो लिस्ट में वो नाम आया इन लोगों का। तो हम लोग रात में अहमदाबाद पहुंचे और मेडिकल ग्राउंड जो DNA टेस्ट था, वो DNA मेरा जो दूसरा भांजा है उसका DNA टेस्ट लिया। आइडेंटिफाई करने दे रहा नहीं, अंदर जाने दे रहा नहीं हम लोगों को। जाने देख रहा, हम लोग ने रिक्वेस्ट भी किया 2 बार जाके। ആ ദൃശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്ന ദൃശ്യമാണ്. അതായത് ജാവേദ് അലി, मरियम, अमीना, जैन, वो 10-12 साल से ब्रिटिश नागरिक, वहाँ का सिटीजन सी है। मम्मी का उसका जो हार्ट का प्रॉब्लम था, मेडिकल के लिए आया था वो मम्मी के, लेकिन छुट्टी ज्यादा दिन का छुट्टी नहीं मिला, 6 दिन का छुट्टी मिला था, 6 डे का। तो इसके लिए वो बोला मम्मी कि मैं 6 दिन का छुट्टी इसके लिए नहीं हो सकता, तो वापस मैं जब जाके आऊंगा उसके बाद में आपका हार्ट का प्रॉब्लम सॉल्व करके फिर मैं आपको लंदन लेके जाऊंगा। लेकिन वो हुआ ही नहीं। वो ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമാണ്. വലിയ ബുദ്ധിമുട്ടും സങ്കടവും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ അവരുടെ ബന്ധുക്കളെ തേടി വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് മലയാളി നഴ്സിന്റെ ബന്ധുക്കൾ എത്തിയതുപോലെ തന്നെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് DNA ടെസ്റ്റ് നൽകാനും തിരിച്ചറിയാനുമായൊക്കെ എത്തുന്ന ദൃശ്യമാണ് പൊതുവിൽ ഇവിടെ കാണുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ, ഗുജറാത്ത്.